പിന്നെ ഗേറ്റൊക്കെ അടച്ചിട്ടു. ഞങ്ങൾ പുറത്തിറങ്ങാതെ ആയി. പരമാവധി ഇങ്ങനെ സൂക്ഷിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ആ വീട്ടിൽ വന്നുള്ള ആക്രമണം നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അവർ ആ വാഹനം പിന്നെ റോഡിൽ വെച്ച് തന്നെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ റോഡിൽ വെച്ച് ആക്രമിക്കാനും ബൈക്കുകൾ പോരാ, ഞാൻ കാറിൽ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ ഒരു 4-വീലർ വാങ്ങിക്കുന്നത്, ഒരു മാരുതി ഓമ്നി വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് അവർ അത് പിന്നീട് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആരും തുണയില്ലാത്ത ജോലി എന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു അവഹേളനം അല്ലെങ്കിൽ നിരാശത്വം, അരക്ഷിതാവസ്ഥയൊക്കെ ബാധിച്ചിട്ട് അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഭയന്നിങ്ങനെ ജീവിച്ചിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജൂലൈ 4-ാം തീയതി ഞാൻ അമ്മയെയും എൻ്റെ പെങ്ങളുടെ സിസ്റ്ററിനെയൊക്കെ പള്ളിയിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം പള്ളിയിൽ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മാനസികമായിട്ട് വേണമെങ്കിൽ അവർ ആക്രമിച്ചോട്ടെ, ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഏൽപ്പിച്ച് കൊടുത്തിട്ടാണ് എന്നെ അവർ ആക്രമിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സൂക്ഷിച്ചാലോ എന്നൊക്കെയുള്ളൊരു പരിതാപം, ഒരു സങ്കടം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല.